രാവിലെ ഞങ്ങളെല്ലാം അത്യാവശ്യം എല്ലാം പാക്ക് ചെയ്തു. ഇന്ന് റൂം ഇച്ചിരി വൃത്തിയുണ്ടല്ലേ? അത് നമ്മൾ നേരത്തെ പാക്ക് ചെയ്തിട്ട് വീഡിയോ എടുത്തോണ്ടായിരിക്കും അല്ലേ? ഇത്തിരി വൃത്തിയുണ്ട്. അതെ, പഠിച്ചു വന്നു, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം രാവിലെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഒരു രാവിലെ എണീച്ച് കുളിച്ചില്ല, ബാക്കി ഫ്രഷൊക്കെ ആയി. പിന്നെ ഇട്ടേക്കുന്ന ഉടുപ്പിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ കൊള്ളാം. അപ്പം ഇനി അത് സ്ഥിരമാക്കാൻ വേണ്ടിയാണ് മറ്റേ മേക്കപ്പ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. കിട്ടി കഴിഞ്ഞിട്ട് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നാഗ്പൂരാണ്. വൈകുന്നേരത്തിനുള്ളിൽ എത്തണം. നമ്മളെന്നും അങ്ങനെ തന്നെ വൈകുന്നേരത്തിനുള്ളിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് ഉറങ്ങണതിന് മുമ്പേ എത്തും. നമ്മളെത്തി, ഉറങ്ങണതിന് മുമ്പേ എത്തി. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്നലെ ഹൈദരാബാദിലെ റൈഡേഴ്സ് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിന് മാത്രം എന്താ ഇത്ര സ്പീഡ് കുറവെന്ന് ചോദിച്ചു. അപ്പം ഉള്ളവരുടെ അടുത്ത് പറയാനുള്ളത്, ഇതിൽ 2 പേര് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മളിപ്പം ഈ റോഡ് പിന്നെ കുറേ ഗണേശ ചതുർത്ഥിയുടെ കുറേ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. പിന്നെ ഹൈദരാബാദിൽ അല്ല അടിപൊളി ട്രാഫിക് ബ്ലോക്ക്. ഇവരെന്താണെന്ന് മനസ്സിലാക്കി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ റോഡ്? ഇവിടെ ഹൈദരാബാദ് സിറ്റി കയറിയപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അതെ, നമ്മുടെ വണ്ടി പോകാൻ വേണ്ടി ഓട്ടോറിക്ഷയുടെ സ്ഥലം വേണം. അതിനിടയിൽ തൊഴിൽ കയറുന്ന ആൾക്ക് എന്റെ പൊന്നെ, അവർ എല്ലാരും ശ്രദ്ധിച്ചാണ് അല്ലേ? 3 എണ്ണങ്ങളെ എങ്ങനെയൊക്കെ അല്ല, ഇവിടെ ഉള്ളവർ ആരും സിഗ്നൽ പോകുന്നില്ല. ഒരു സ്ഥലത്ത് അല്ല, ഞാൻ പോയത് എങ്ങനെയാന്ന് വെച്ചാ, ഞാൻ അവിടത്തെ ഏറ്റവും ഫ്രണ്ടിൽ ഞാനാ. അപ്പം ഞാൻ പോകണ്ടെന്ന് വെച്ച് ഞാൻ അവിടെ കുറേ നേരം നിന്നപ്പം ഞാൻ മാത്രം അവിടെ നിൽക്കുന്ന, കൂടെയുള്ള ഇവിടുത്തെ നാട്ടുകാരെല്ലാം പോയി. പിന്നെ ഞാൻ മാത്രം നിന്നിട്ട് ബാക്കിയുള്ളവന്റെ ഓണടി ഞങ്ങൾ എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മളുടെ ഇവിടെ നടപടി നിന്ന് ഓർമ്മണ്ട. നമ്മള് കേറിയിട്ട് തിരിച്ചു വന്നില്ലേ? 1500 രൂപ ഫൈനുള്ള. അതെ, 1500. അതെന്നാന്ന് വെച്ചാല്, ഞാൻ കാറിന്റെ ലൊക്കേഷൻ ആയിട്ടിരുന്നേ. അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ബൈക്ക് ലൊക്കേഷൻ ഇട്ടു. ഞങ്ങളിപ്പം ഹൈവേയിലോട്ട് പിടിച്ചു നാഗ്പൂർ. ഇതേ വണ്ടിയെല്ലാം കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്തു. ഒരു ചായക്കടയിലെത്തി. ചായ മാത്രമേ ഉള്ളൂ, ദം ചായ മാത്രമേ ഉള്ളൂ, വേറെ ചായ ഒന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഞാനൊരു ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ഒരു ലെമൺ ടീ കുടിക്കാനെന്ന് പറഞ്ഞാൽ കയറിയ, പക്ഷേ വേറെ ഒന്നുമില്ല. ദം ചായ കുടിച്ച് തൃപ്തിപ്പെടേണ്ടിയിരിക്കുന്നു. അതെ, സത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പം കട കാണിച്ചു തരാനോ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാനോ ഉള്ള ബോധമൊന്നും ഇല്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് അടിയൊന്നും ഇല്ലായിരുന്നു ഇല്ലേ? നമ്മളിന്നിവിടെ അടിയൊന്നും വെച്ചില്ലല്ലേ? ഒണിയൻ ഉത്തപ്പം ചോദിച്ചപ്പോൾ മസാല ദോശ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു തത്വം ചെയ്തുള്ളൂ. പിന്നെ ഇനി തിരിച്ചു കൊടുത്താൽ തുപ്പിത്തരുമെന്ന് പേടിയുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചു കൊടുത്തില്ല, അതങ്ങ് കഴിച്ചു. നീ എന്താ കഴിച്ചത് രാവിലെ? അവള് പൂരിയാണ് കഴിച്ചത്. എന്നിട്ട് നമ്മളെ അടിച്ചേൽപ്പിക്കാൻ നോക്കി, പക്ഷെ നമ്മളെ വിട്ടുകൊടുത്തില്ല. നിനക്ക് പുട്ടും പപ്പടോ? കൊതിപ്പിക്കാൻ. പുട്ടും പയറുണ്ടാ? അതിസാഹസികമായിട്ട് ഉമ റെയിൻ പാൻറ് ഇടുവാണ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ പോരട്ടെ. ഇതാണ് ഉമ്മ വണ്ടി.
ഇപ്പം ഞങ്ങൾ നാഗ്പൂരാണ്. പരസ് പാരഗൺ എന്ന് പറഞ്ഞ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ വണ്ടീൻ്റെ ഹെഡ് ലീക്ക്, അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്.